അവന്റെ പേര് പറയാതെ ഫുട്ബോളിന്റെ ചരിത്രം പൂർത്തിയാവില്ല. കാരണം കാൽപന്തിൽ അവൻ തീർത്തത് മായാജാലം തന്നെയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ താരം ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം: ആരൊക്കെ വന്നാലും അയാളുടെ തട്ട് താന്നു തന്നെ കിടക്കും. അതെ, ഫുട്ബോളിന്റെ സുൽത്താൻ. കാൽപന്തിനെ നിർവചിച്ച രണ്ടക്ഷരം. അതുമല്ലെങ്കിൽ അയാൾ എന്നാൽ കാൽപന്തിന്റെ മറുപേര്. അവനെ ലോകം പെലെ എന്ന് വിളിച്ചു. ബ്രസീലിന്റെ ചക്രവാളങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന പ്രതിഭകളുടെ പട്ടിക പരിശോധിച്ചാൽ ആദ്യം കാണുന്നതും ഈ പേര്. 3 ലോകകപ്പുകൾ സ്വന്തമാക്കിയ ടീമിൽ അംഗമായ റെക്കോർഡുകളുടെ ഉടയ തമ്പുരാനായ, ഇന്നും ഏത് കളിക്കാരനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള പേര്: എഡിസൺ അരാൻഡസ് ഡോ നാസിമെന്റോ അഥവാ പെലെ. ബ്രസീലിലെ ബൗറുവിലെ തെരുവിൽ പന്തു തട്ടി നടന്ന ഒരു ദരിദ്ര ബാലൻ പിന്നീട് പെലെയാവുകയായിരുന്നു. പെലെയുടെ പ്രശസ്തി ബ്രസീലിനും ഫുട്ബോളിനും ഒക്കെ മുകളിലായി. ഇപ്പോഴും പെലെ പന്ത് തട്ടിയിരുന്ന കാലത്ത് ജനിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും ഇന്നും അയാൾ പലർക്കും ആവേശ നായകനാകുന്നു. 1940 ഒക്ടോബർ 23 പിറന്നു വീണ കുട്ടി പിന്നെ ഫുട്ബോളിന്റെ ചക്രവർത്തിയായതിനെ ദൈവനിയോഗം എന്നല്ലാതെ എന്തു പറയാൻ. 1950 ബ്രസീൽ ഉറുഗ്വേയോട് വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നു. അന്നുവരെ ആണുങ്ങൾ ഒരിക്കലും കരയില്ലെന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പൊട്ടിക്കരയുന്ന കാഴ്ച ആ കുഞ്ഞുബാലന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ അച്ഛന്റെ മുന്നിലേക്ക് അവൻ മെല്ലെ മെല്ലെ നടന്നു ചെന്നു. അച്ഛനോടായി പറയുകയാണ്: അച്ഛ, താങ്കൾ ഇനി കരയരുത്. നമ്മുടെ രാജ്യത്തിനായി ഒരു വേൾഡ് കപ്പ് ഞാൻ നേടിത്തരും. 9 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകന്റെ വാക്ക് കേട്ട് അച്ഛൻ ചെറുപുഞ്ചിരി സമ്മാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. 958 വേൾഡ് കപ്പ്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ട് അന്നുവരെ ബ്രസീലിനെ തള്ളിപ്പറഞ്ഞ ഓരോ ആരാധകരും അവന്റെ പേര് പറഞ്ഞ് ഉറക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. മത്സരത്തിൽ 2 ഗോളുകൾ നേടുകയും അച്ഛന് കൊടുത്ത വാക്ക് അവൻ പാലിക്കുകയും ചെയ്യുന്നു. അതും ഒന്നല്ല, 2 അല്ല, 3 തവണ. പിന്നീട് ആ കാലഘട്ടം മുഴുവൻ ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചു പെലെ എന്ന ഇതിഹാസം. കുഞ്ഞുനാളിൽ സഹകളിക്കാർ അവനെ മോളക് എന്നായിരുന്നു വിളിച്ചിരുന്നത്. മോളക് എന്ന് വെച്ചാൽ കറുമ്പൻ എന്നാണ് അർത്ഥം. വേഗതയിൽ പന്ത് കൊണ്ട് കുതിക്കാനും 2 കാലുകൾ കൊണ്ട് ഷോട്ട് തീർക്കാനും കഴിയുന്ന മോളക് അനായാസം പന്ത് തട്ടി ഉയർന്നത് പെലെ എന്ന ഫുട്ബോളിന്റെ രാജകുമാരനായിട്ടായിരുന്നു. ബാറോ അത്ലറ്റിക് ക്ലബിൽ അംഗമായ പെലെ അടിച്ചുകൂട്ടിയത് എണ്ണമറ്റ ഗോളുകളാണ്. പിന്നീട് 1956 തന്റെ 15-ാം വയസ്സിൽ പെലെ എന്ന പിൽക്കാല ഇതിഹാസം സാന്റോസുമായി കരാറിൽ ഒപ്പിട്ടു. ഡി ബ്രിട്ടോയുടെ ശിക്ഷണത്തിൽ പെലെയുടെ കളി വല്ലാതെ മെച്ചപ്പെടുകയായിരുന്നു. പുതിയതെന്തും പഠിച്ചെടുക്കാനുള്ള ഉത്സാഹവും അത് മൈതാനത്ത് നടപ്പിലാക്കുന്നതിലെ കഴിവും പെലെയെ അവിടുത്തെ പ്രധാന താരമാക്കി മാറ്റി. 1957 ക്ലബിന്റെ 1-ാം ടീമിൽ അംഗമായി. 10 മാസങ്ങൾക്കുള്ളിലാണ് പെലെക്ക് ബ്രസീലിന്റെ ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 1958 സ്വീഡനിൽ നടന്ന ലോകകപ്പിലും പെലെ കളിച്ചു. ആദ്യ മത്സരത്തിൽ പെലെക്ക് കളിക്കാൻ അവസരം ലഭിച്ചില്ല. എന്നാൽ സോവിയറ്റ് യൂണിയനെതിരായ ഒരു മാച്ചിൽ കളിച്ചു. അടുത്ത മത്സരത്തിൽ വെനസ്വലയ്ക്കെതിരെ 66-ാം മിനിറ്റിൽ ഗോൾ വല കുലുക്കുമ്പോൾ 17 എന്ന പ്രായം വെറും നമ്പർ മാത്രമായി. 1930 മെക്സിക്കോ താരം മാനുവൽ റോസസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോളടിക്കാരൻ എന്ന റെക്കോർഡാണ് അന്നവിടെ പെലെ തിരുത്തി കുറിച്ചത്. ഇന്നോളം അതാരും മായ്ച്ചു കളഞ്ഞിട്ടുമില്ല. സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഹാട്രിക്കും ഫൈനലിൽ ആതിഥേയരായ സ്വീഡനെതിരെ 2 ഗോളുകളും പെലെ അടിച്ചു. അങ്ങനെ തന്റെ ആദ്യ ലോകകപ്പിൽ 6 ഗോളുകൾ അടിച്ചു കൂട്ടാനും സ്വപ്നത്തിന്റെ കൊടുമുടിയേറി ആ രാജകിരീടം സ്വന്തം രാജ്യത്തിനായി ആദ്യമായി നേടിക്കൊടുക്കാനും പെലെക്ക് കഴിഞ്ഞു. ലോകകപ്പിൽ ഹാട്രിക് നേടിയ പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ലോകകപ്പിൽ കളിച്ച പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും അതേ വർഷം തന്നെ പെലെ സ്വന്തം പേരിൽ കുറിച്ചിട്ടു. ആ ലോകകപ്പ് നേട്ടത്തോടെയാണ് ബ്രസീൽ ഒരു ഇതിഹാസ ടീമായി മാറുന്നത്. 1962 തൊട്ടടുത്ത ലോകകപ്പിലും പെലെയുടെ ബ്രസീൽ ആ കപ്പിൽ മുത്തമിട്ടു. 1970 തന്റെ 29-ാം വയസ്സിൽ അവസാന ലോകകപ്പ് കളിച്ച് തന്റെ രാജ്യത്തേക്ക് 3ാമത്തെ കിരീടവും കൊണ്ടാണ് പെലെ എന്ന ഇതിഹാസം മടങ്ങിയത്. ഇതുവരെ ആരാലും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അപൂർവ റെക്കോർഡായി ഇപ്പോഴും അത് തുടരുന്നു. 3 ലോകകപ്പ് കിരീടം നേടിയ ടീമിൽ അംഗമായ ഏക താരം. നൂറ്റാണ്ടിന്റെ താരമായി ഫിഫ തിരഞ്ഞെടുത്ത പെലെ 1000-ലേറെ ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്.
1970 ലോകകപ്പിന് ശേഷം അധിക മത്സരങ്ങളിലൊന്നും പെലെ ഇറങ്ങിയിട്ടില്ല. പിന്നീട് 1977 ഒക്ടോബർ 1 പെലെ തന്റെ വെൽഫെയർ മാച്ചിനിറങ്ങുന്നത്. ന്യൂയോർക്ക് ജെയിൻ സ്റ്റേഡിയത്തിലെ ആ അവസാന മത്സരം കൗതുകത്തിന്റെ കൂടി വേദിയായി മാറി. പെലെയുടെ ആദ്യ ക്ലബായ സാന്റോസും രണ്ടാം ക്ലബായ കോസ്മോസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. പെലെ ആർക്കു വേണ്ടി കളിക്കുമെന്ന് ആരാധകർ ആശ്ചര്യപ്പെട്ടു നിന്നു. പക്ഷേ പെലെക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. കോസ്മോസിന് വേണ്ടി ആദ്യ പകുതിയിലും സാന്റോസിനായി രണ്ടാം പകുതിയിലും പെലെ കളത്തിലിറങ്ങി. അന്ന് കളി കാണാൻ 70,000-ഓളം ആളുകളാണ് ഗാലറിയിൽ തടിച്ചുകൂടിയത്. ഫൈനൽ വിസിൽ മുഴങ്ങിയതും സ്റ്റേഡിയത്തിന് മുകളിലെ ആകാശം ഇരുണ്ടുപോയി. കളിക്കാരെയും കാണികളെയും നനയിച്ചുകൊണ്ട് പെരുമഴ പെയ്തിറങ്ങി. ഫുട്ബോളിന്റെ എക്കാലത്തെയും ഇതിഹാസം എന്നേക്കുമായി ബൂട്ടഴിച്ചിരിക്കുന്നു. അയാൾ വികാരഭരിതനായി കരയുന്നു. കൂടെ ലോകവും കരയുന്നു. ഫുട്ബോളിന്റെ പ്രിയങ്കരനായ പെലെ കളം വിടുമ്പോൾ പ്രകൃതി മാത്രം മാറി നിൽക്കുന്നത് എങ്ങനെയാണ്? അവസാനം അർബുദം അയാളെ കാർന്നു തിന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോഴും ഫുട്ബോൾ ലോകത്ത് അയാൾ സുൽത്താൻ തന്നെയാണ്. റെക്കോർഡുകൾ കൊണ്ട് അയാൾ തീർത്ത ഇതിഹാസം ഇപ്പോഴും ആർക്കും എത്തിപ്പിടിക്കാനായിട്ടില്ല.